സ്പെഷ്യൽ ഡേ ആട്ടോ ഇന്ന്. അപ്പോൾ എൻ്റെ വീട്ടിൽ അച്ഛൻ്റെ പെങ്ങളും അച്ഛൻ്റെ പെങ്ങളെ മോനും എൻ്റെ ചേച്ചിൻ്റെ ഹസ്ബൻഡും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. തുലാപ്പത്തിൻ്റെ തലേ ദിവസം കൊടുക്കാന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പം നിങ്ങളെ നാട്ടിൽ എങ്ങനെയാണ് ഉണ്ടാവുകയെന്ന് എനിക്കറിയില്ല. നിങ്ങളെ നാട്ടിൽ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അമ്മ തിരക്ക് പിടിച്ച പണിയില്ല കേട്ടോ, കാരണം ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാനും എടുത്തു വെക്കാനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ എടുത്ത് ശല്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അമ്മ ഹൽവ മുറിക്കുന്ന തിരക്കിലാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ എന്നോട് സഹായിക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ തിരിഞ്ഞു മറിഞ്ഞും കളിക്കാനല്ല യാതൊരു സഹായം ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. വെറുതെ അവിടെ നിന്ന് ഞാൻ വീഡിയോയിലെടുത്തു. പിന്നെ കിണ്ണത്തപ്പൊക്കെ കൊണ്ടുവന്നുകൊണ്ട് അതൊക്കെ മുറിച്ച് സെറ്റാക്കി പ്ലേറ്റിലാക്കി വെക്കുക കേട്ടോ അമ്മ. മധുരമുള്ള ബണ്ണാട്ടോ ഇത്. അതൊക്കെ മുറിച്ച് അമ്മ സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അപ്പമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ ഫേവറേറ്റ് സാധനമാണ്. ഒക്കെ അമ്മ ആദ്യമേ ചുട്ട് വെച്ച് സെറ്റാക്കി വെച്ചിട്ട് എടുത്ത് ഇപ്പം പ്ലേറ്റിലേക്ക് ഇടുക കേട്ടോ. ഇത്രയും ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അതായത് കിണ്ണത്തപ്പവും 2 തരം ഹൽവയും 2 തരം പഴവും പിന്നെ അമ്മേന്റെ സ്പെഷ്യൽ പായസവും കിഴങ്ങും ഒക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ സെറ്റാക്കി വെച്ചോ. ഇനി അകത്ത് കൊടുക്കാനുള്ള പ്രിപ്പറേഷനിലാണ് അച്ഛൻ വിളക്കൊക്കെ കത്തിച്ച് ഇലയൊക്കെ വെച്ച് ഓരോ ഐറ്റംസ് ഇങ്ങനെ ഇലയിലേക്ക് വെച്ചു കൊടുക്കുക കേട്ടോ. അച്ഛനെ സഹായിക്കാൻ അച്ഛന്റെ പെങ്ങളെ മോനും കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ അവര് രണ്ടുപേരും കൂടി അകത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങള് പുറത്ത് നിന്ന് ഇങ്ങനെ കണ്ടു നിൽക്കുകയാണ് ചെയ്യുന്നത്. അച്ഛൻ ഓരോ സാധനങ്ങൾ എടുത്തിട്ട് ഇലയിൽ വെച്ച് കൊടുത്തു കേട്ടോ. ഓൾമോസ്റ്റ് ഇലയൊക്കെ നിറഞ്ഞിട്ടോ വിഭവങ്ങൾ കൊണ്ട്. അടുത്ത് ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടോ. എല്ലാം സെറ്റ് ചെയ്ത് അച്ഛൻ പുറത്തേക്ക് ഒരു ഇല വെക്കാറുണ്ട് കേട്ടോ. ചാത്തന് കൊടുക്കുക കേട്ടോ ഞങ്ങളിവിടെ പറയാറുള്ളത്. എല്ലാ വിഭവങ്ങളും അതിലും വെക്കും കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും ഓരോ സാധനങ്ങളായിട്ട് എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഓരോന്നായിട്ട് വെക്കുക കേട്ടോ. അവര് ഹൽവയും പഴവും പായസവും കിഴങ്ങും ഒക്കെ വെക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ അവര് രണ്ടുപേരും തകൃതിയായി ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അതിന്റെ ഇടയിൽ ഞാനും മൂത്തമ്മയൊക്കെ കുറേ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു രണ്ടുപേരും അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് അച്ഛൻ പിന്നെ വാതിലൊക്കെ അടക്കാൻ നോക്കുക കേട്ടോ. വാതിലടച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ആരും പ്രവേശിക്കാൻ പാടില്ല. അങ്ങനെ അച്ഛൻ വാതിലൊക്കെ അടക്കാൻ നോക്കുക കേട്ടോ. അങ്ങനെ വാതിലൊക്കെ അടച്ച് ഇനി അങ്ങോട്ടേക്ക് ആർക്കും പ്രവേശനമില്ല കേട്ടോ. വാതിലിൽ അടച്ചു കഴിഞ്ഞാൽ കേട്ടോ നമ്മൾ ചാത്തന് പുറത്തേക്ക് കൊടുക്കുക. അപ്പം ചാത്തന് പുറത്തേക്ക് കൊടുക്കുക എൻ്റെ ഏട്ടൻ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചാത്തന് പുറത്തേക്ക് കൊടുത്തു കഴിഞ്ഞ് അവർ തിരിച്ചിങ്ങ് പോരും കേട്ടോ. അങ്ങനെ 10-15 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ആ വാതിൽ തുറക്കും കേട്ടോ. വാതിൽ തുറക്കുമ്പോൾ നമ്മൾ ആ വാതിൽ തുറന്നു കഴിഞ്ഞാൽ അരി ചാർത്തി അങ്ങനെ വാതിലൊക്കെ തുറന്നിട്ടോ. വാതിൽ തുറന്നു കഴിഞ്ഞ് അവർ അകത്തേക്ക് കയറും കേട്ടോ. അകത്ത് കയറി കഴിഞ്ഞ് നമ്മൾ അരി ചാർത്തു കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ അവർ അരി ചാർത്തി കഴിഞ്ഞാൽ നമുക്ക് അകത്ത് വെച്ച സാധനങ്ങളൊക്കെ പുറത്തേക്ക് എടുക്കാം കേട്ടോ. പുറത്തെടുത്തതിന് ശേഷം നമുക്കത് ഉപയോഗിക്കാം കേട്ടോ. അങ്ങനെ ഞാൻ അതിൽ നിന്നൊരു അപ്പമൊക്കെ എടുത്ത് കഴിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ എല്ലാവർക്കും ഞാൻ ഇലയൊക്കെ എടുത്ത് കൊടുത്തു കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.